എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സ്മാഷ്ഡ് പൊട്ടറ്റോയും ഗ്രിൽഡ് സാൽമണും ആണ്. നിങ്ങൾ ഓർക്കും വിനോദ് എന്ത് ചെയ്യുന്നു? വിനോദ് നല്ല ഉറക്കമാണ്. ഇവിടെ സമയം ഇപ്പം 8 മണിയാകാൻ പോകുന്നു രാത്രിയിൽ. പക്ഷേ സൂര്യൻ ഇതുവരെ അസ്തമിച്ചിട്ടില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. പാതിരാത്രി 12 മണി വരെ സൂര്യൻ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല. രാത്രി 8 മണിയായി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ കണ്ടോ? ഇപ്പോഴും സൂര്യൻ ഉദിച്ച് നിൽപ്പുണ്ട് വെളിയിൽ. ഏപ്രിൽ 2 ഇന്ന്. പക്ഷേ ഇന്നും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു നന്നായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് വെയിലായി. വെളിയിൽ നല്ല തണുപ്പുണ്ട്. -6 ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തായാലും. അപ്പോൾ ഞാനിവിടുത്തെ ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ? ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലിടണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് ഒരുമാതിരി മങ്ങിപ്പോകും. അതുകൊണ്ട് ഇത് അരിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിലോട്ട് ഇടാം. അപ്പോൾ പൊട്ടറ്റോസ് എല്ലാം കഴുകി അരിഞ്ഞത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സാൽമൺ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഇത്രയും വലിയ പീസാണേ. ഇത് കണ്ടോ? നമുക്കിത് മുറിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും, കാരണം അത്രയ്ക്ക് സോഫ്റ്റാണ് ഈ മീൻ. 3ആയിട്ട് മുറിക്കാം. അതെ, അപ്പോൾ ഞാൻ സാൽമൺ എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ ബട്ടറും ഗാർലിക്കും റോസ്മേരിയും പേസ്റ്റാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് തേച്ച് കൊടുക്കാം. ലേശം നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലേശം കുരുമുളക് പൊടിയും കൂടെ. നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം വെന്തിനി അത് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്ത പൊട്ടറ്റോയിലേക്ക് ഇനി നമുക്ക് കുറച്ച് മെൽറ്റ് ചെയ്തിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ഹെവി ക്രീമിലോട്ട് നമുക്ക് ഗാർലിക്കും റോസ്മേരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ഈ സമയം നമുക്ക് ആഡ് ചെയ്യാം. ശേഷം ഇത് പൊട്ടറ്റോയിലേക്ക് അരിച്ചൊഴിക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഗാർണിഷും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോ റെഡിയായി. അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സാൽമൺ ഞാൻ അത് ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. സാൽമണൊക്കെ നാട്ടിൽ എല്ലായിടത്തും കിട്ടുമെന്നറിയില്ല. എന്നാലും കിട്ടുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടമായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് കഴിച്ചിട്ടുള്ളവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.